2026 പുതിയ കരട് ആദായനികുതി നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ കമ്പനി കാർ ഉപയോഗിക്കുന്ന ശമ്പളക്കാരായ ജീവനക്കാർക്ക് നികുതി ബാധ്യത ഏറാൻ സാധ്യതയുണ്ട്. കമ്പനി നൽകുന്ന വാഹനങ്ങൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ അത് ജീവനക്കാരന് ലഭിക്കുന്ന അധിക ആനുകൂല്യമായി കണക്കാക്കിയാണ് ആദായ നികുതി ഈടാക്കുന്നത്. നിലവിൽ ഈ ആനുകൂല്യത്തിന് നിശ്ചയിച്ചിട്ടുള്ള മൂല്യം പുതിയ നിയമപ്രകാരം വലിയ തോതിൽ ഉയർത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് ജീവനക്കാരുടെ നികുതി നൽകേണ്ട മൊത്തം ശമ്പളത്തിൽ വർധനവുണ്ടാക്കുകയും കയ്യിൽ കിട്ടുന്ന തുക കുറയ്ക്കുകയും ചെയ്യും. പുതിയ നിർദ്ദേശമനുസരിച്ച് 1.6 ലിറ്റർ വരെ എഞ്ചിൻ ശേഷിയുള്ള കാറുകൾക്ക് പ്രതിമാസം 5,000 രൂപയും അതിന് മുകളിലുള്ളവയ്ക്ക് 7,000 രൂപയുമാണ് ആനുകൂല്യ മൂല്യമായി കണക്കാക്കുക. നിലവിലെ നിയമത്തിൽ ഇത് യഥാക്രമം 1,800 രൂപയും 2,400 രൂപയുമായിരുന്നു. ഇതിനു പുറമെ ഡ്രൈവർ സൗകര്യം കൂടി കമ്പനി നൽകുന്നുണ്ടെങ്കിൽ പ്രതിമാസം 3,000 രൂപ കൂടി അധികമായി നികുതി കണക്കാക്കുന്ന തുകയിലേക്ക് ചേർക്കപ്പെടും. മുൻപ് ഡ്രൈവർക്കായി വെറും 900 രൂപ മാത്രമാണ് ചേർത്തിരുന്നത്. ഉദാഹരണത്തിന്, ഡ്രൈവറുള്ള ഒരു ചെറിയ കമ്പനി കാർ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ നികുതി നൽകേണ്ട ശമ്പളത്തിൽ പ്രതിവർഷം 96,000 രൂപ അധികമായി കൂട്ടിച്ചേർക്കപ്പെടും. കാറിന്റെ അറ്റകുറ്റപ്പണികളും ഇന്ധന ചെലവും ജീവനക്കാരൻ തന്നെയാണ് വഹിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ആനുകൂല്യ മൂല്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കാറുകൾക്ക് 2,000 രൂപയും വലിയ കാറുകൾക്ക് 3,000 രൂപയുമാണ് ഇത്തരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 2026 ആദായ നികുതി നിയമങ്ങളിലെ റൂൾ 15 പ്രകാരമാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. പഴയ നികുതി വ്യവസ്ഥയിലോ പുതിയ നികുതി വ്യവസ്ഥയിലോ തുടരുന്നവർക്ക് ഈ മാറ്റം ഒരുപോലെ ബാധകമായിരിക്കും. പാർലമെന്റ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ശമ്പളക്കാരായ പലർക്കും അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഉയർന്ന നികുതി നൽകേണ്ടി വരും.